വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ അശ്വിനി. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നില്ലേ എല്ലാവരും? വെക്കേഷനൊക്കെ ആയിട്ട് നിങ്ങൾ ട്രിപ്പൊക്കെ പോയോ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗ് ആയിട്ടാണ്. ഇന്ന് നമ്മളെ ഒരു ചെറിയ ഇത്തിരി വലിയൊരു ട്രിപ്പ് പോവാണേ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കുട്ടേട്ടൻ നമ്മുടെ പോകാനുള്ള ട്രോളികളൊക്കെ വണ്ടിയിൽ കയറ്റിയാണ് കേട്ടോ. നമ്മുടെ ട്രിപ്പ് ഒരു 5-6 ദിവസത്തേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലഗേജ് കൂടുതലുണ്ട്. പിന്നെ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങാറുള്ളൂ കേട്ടോ. അതെന്താ വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാക്കിയാൽ മക്കൾക്ക് നേരെ അത് ഭക്ഷണം കഴിക്കാനൊക്കെ നേരം വൈകിയാൽ ഗ്യാസൊക്കെ കയറിയിട്ട് ഛർദിയുടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് അവർക്കൊന്ന് റിലാക്സ് ആയിട്ട് പോവാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുള്ള ടൈമാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എവിടേക്കാന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. നമ്മൾ 10:30-ക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 10:30-ക്ക് ഇറങ്ങി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് 8 മണിക്കൂർ അതിൽ കാണിക്കുന്നത്. 7 മണിക്കൂറും 47 മിനിറ്റുമാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ വഴിയിൽ റോഡ് ബ്ലോക്ക് ആവുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങണം. അപ്പോഴൊക്കെ നേരം വഴുകും. അപ്പോൾ നമ്മൾ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 ആള് അതിലുണ്ട്. നമ്മളെ എന്തായാലും ഒരു ട്രിപ്പ് പോവല്ലേ, അപ്പോൾ എയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളെ വീടിൻ്റെ അവിടെ തന്നെ ഒരു ഷോപ്പിൽ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എയർ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. നമ്മൾ തൃശ്ശൂർ വഴിയാണ് കേട്ടോ പോണത്. അപ്പോൾ 7.5 മണിക്കൂറാണ് ഇപ്പോൾ കാണിക്കുന്നത്. അവിടെ എത്തുമ്പോൾ എത്ര മണിയാവും അറിയില്ല. ഞങ്ങളിപ്പോൾ വടക്കാഞ്ചേരി വഴിയാണ് കേട്ടോ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്രാളിക്കാവ് അമ്പലല്ലേ, അവിടെ കണ്ടപ്പോൾ കുട്ടേണ്ണ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങട്ടാ. ഞാൻ വീഡിയോ കാട്ടിത്തരാം. ഉത്രാളിക്കാവ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഒരു വലിയ പാടവും അതിലൊരു വലിയ അമ്പലവും പുറകിലെ മലനിരകളും കൂടെ അമ്പലത്തിൻ്റെ പുറകിലൂടെ പോകുന്ന ആ ട്രെയിനും കൂടിയുള്ള വീഡിയോ ആണ് അല്ലേ മനസ്സിൽ ആദ്യം എത്തുന്നത്. എന്നാൽ ആ ട്രെയിൻ ഒഴികെയുള്ള ബാക്കി എല്ലാ ഭംഗികളും ഈ യാത്രയിലൂടെ എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു കേട്ടോ. കുട്ടേട്ടൻ അവിടെ ഇറങ്ങി ഒന്ന് തൊഴുതു കേട്ടോ. കുറേ ദൂരെ യാത്ര പോണതല്ലേ, അപ്പോൾ ഒന്ന് ഇറങ്ങി തൊഴുതു. 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. ഇവിടെ ഉത്രാളിക്കാവിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോരുകയാണ്. ജസ്റ്റ് ഒന്ന് നിർത്തിയത്. അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ ഫോട്ടോ ഉണ്ടോ, വണ്ടികൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ പോയി ഇതുവഴി പോകുന്ന ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറി ഫോട്ടോ എടുത്ത് കുറേ പേര് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു പോവാണ്. ഇനിയും എത്ര മണിക്കൂറുണ്ട്? 6.5 മണിക്കൂർ ഇനിയുണ്ട് നമ്മുടെ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. നമ്മൾ വേഗം 2 ഫോട്ടോ എടുത്തിട്ട് പോകുന്നു തിരിച്ചു പോവാനേ. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് പോകുന്നു. എല്ലാവർക്കും ചെറുതായിട്ട് വിശപ്പിൻ്റെ വിലയൊക്കെ വന്നു തുടങ്ങിയിട്ടോ. ഭക്ഷണം കഴിക്കാനുള്ള നേരം ആയിട്ടില്ല. അപ്പം ഞങ്ങളിവിടെ ഈ സൺഫ്ലവർ സീഡ് ഉണ്ടല്ലോ, ഇത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇതിലുള്ളിൽ അതുപോലെ വിത്തുണ്ടാവും. അയ്യനമ്മേ, നമ്മൾ പകുതി മടിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു വിത്തുണ്ടാവും. കഴിക്കാം. സ്ഥലം അകമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. നമ്മള് മറ്റേ ഈ ഉത്രാളിക്കാവ് കഴിഞ്ഞിട്ട് അധികം പോന്നിട്ടില്ല. ഏകദേശം 1 കിലോമീറ്റർ അല്ലേ പോന്നിട്ടുള്ളൂ. അകമല ശാസ്താംകോട്ടെ ഏതോ ഒരു അമ്പലം ഇവിടെ ഉണ്ട്. അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. യാഗശാലക്ക് തീ കൊടുക്കും. ഇത് ഓലോണ്ടാക്കിയുള്ളല്ലേ, അതിന് തീ കൊടുത്തിട്ട് ഇത് അങ്ങനെ കത്തും. യാഗശാല മുഴുവനായിട്ടാണ് കത്തും. അത് കത്തി ഇതിന്റെ പുക നേരെ ആകാശത്തേക്ക്. ഇത് പല സാധനങ്ങൾ ഇട്ടുള്ളതാണ് അതില്. ഈ യാഗശാലയുടെ ഒരുപാട് ഇതൊക്കെ ചെയ്തല്ലേ, അതൊക്കെ കൂടി കത്തി അതിന്റെ പുക ആകാശത്തേക്ക് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോഴേക്കും മഴയുണ്ട് പെയ്യും.
അതാണ് അതിരാത്രം. അങ്ങനത്തെ അതിരാത്രം യാഗം നടന്ന ഭൂമിയാണ് ഈ പാഞ്ഞാൾ എന്ന് പറയുന്നത്. അതിൽ കൂടി നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നു. പാഞ്ഞാളി കൂടെ ആയിട്ടപ്പോ പോയത്. അപ്പൊ പാഞ്ഞാള് അതിരാത്രി നടന്ന കഥ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എവിടെ എത്തിപ്പോ ഏതൊരു സ്ഥലത്ത് അതെ മറ്റേ പാഞ്ഞാള് കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി ഒരു കഥ പറയാതിരിക്കായിരുന്നു. അതിരാത്രം എങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു ഇവർക്ക്. ഞങ്ങൾ എന്താ വെച്ചാല് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പാട്ട് അങ്ങനെ വെക്കാറില്ല. കൂടുതലും കഥകളോ അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾക്ക് ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. അവർക്കത് കേൾക്കാൻ പറ്റണ ആ ഒരു രസത്തില് അവർക്കത് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ യാത്രയിൽ അങ്ങനെ ഒരു അറിവും കൂടി ആവുമല്ലോ. അപ്പോ രണ്ടാളും കേട്ടിരുന്ന് സംശയങ്ങളൊക്കെ ചോദിച്ച് ഞാൻ അതിന്റെ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അതിനെ കുറിച്ച് അതിരാത്രത്തെ പറ്റിയിട്ട് പറയണ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ കുട്ടിയുടെ സമ്മതിച്ചില്ല. അത് ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു രീതിയിൽ വന്നില്ലെങ്കിൽ, കാരണം കുറേ ആൾക്കാർ കാണുന്ന വീഡിയോസ് ആണല്ലോ, അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിൽ വന്നില്ലെങ്കിലോ എന്നുള്ള ഒരു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പം ലാസ്റ്റ് ഞാൻ ആൾ അറിയാണ്ട് എടുത്തതാണ്. അപ്പം നമ്മൾ നല്ല ഹൈറ്റിൽ എവിടെയോ എന്താ പൊട്ടിക്കുന്ന അപ്പോഴോ അങ്ങനെ എന്തോ ഒരു സ്ഥലം മറ്റേ ഇത് പാഞ്ഞാളൊക്കെ കഴിഞ്ഞിട്ട് അതേതോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയത്രേ 1 മണി 12 ആയിട്ടുള്ളൂ സമയം. 12 ആയി. നമുക്ക് ഇനിയും 6.5 മണിക്കൂർ ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ എവിടേക്കാ പോണതെന്ന്. നമ്മള് തഞ്ചാവൂര് ആണ് വിചാരിച്ചുള്ളത് അല്ലേ? തഞ്ചാവൂര് പിന്നെ അതുപോലെ മധുരൈ ഒക്കെ പോണം എന്നാണ് വിചാരിച്ചുള്ളത്. തഞ്ചാവൂര് കുറെ നമ്മള് റൂംസ് ഒന്നും നോക്കിയിട്ടില്ല. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോ വണ്ടിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ റൂംസ് ഒക്കെ വണ്ടിയിൽ ഇരുന്ന് സെലക്ട് ചെയ്യുക ചെയ്യാറ്. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അവിടെ പോയ വീഡിയോസ് ഒക്കെ ആൾക്കാർ പോയുള്ള വീഡിയോസ് ഒക്കെ കണ്ട് അതിൽ ബെസ്റ്റ് റൂം ഏതാണൊക്കെ നോക്കിയിട്ടാണ് നമ്മള് അവിടെ പോയി റൂം നോക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ഞങ്ങൾ ഇനി അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 6:30 എന്നാണ് അതിൽ കാണിച്ചത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ടൈം വെച്ചിട്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഒരു ഏകദേശം 1 മണിക്കൂർ അവിടെ പോകും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകുമ്പോൾ ഒറ്റപ്പാലത്തേക്കുള്ള വഴിയത് പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ. അപ്പൊ അവിടേക്ക് എന്തൊക്കെ പറഞ്ഞത് ഞാൻ മറന്നുപോയി. പഴയന്നൂർ എത്തിയതല്ല, അവിടെ ഇപ്പൊ ഏകദേശം അല്ലല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം 1 മണിക്കൂർ നമുക്ക് അവിടെ ടൈം പോകും. അപ്പൊ ഏകദേശം ടൈം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 8 മണിയാണ്. പക്ഷെ അതിനും വൈകാൻ സാധ്യത ഉണ്ട്, അതിനും നേരം വൈകും. റൂംസ് ഒരു കാട് പോലത്തെ സ്ഥലത്തിൽ കൂടെ ആയിട്ടാ പോണത്. നമ്മള് കാണിച്ചുതരാം. കാട് പോലെ ഉണ്ട് 2 സ്ഥലത്ത്. നമ്മള് എവിടുന്ന വടക്കാഞ്ചേരി കഴിഞ്ഞിട്ട് അല്ലേ ഒരു മറ്റേ ചേലക്കരന്നൊക്കെ ഒരു കുന്ന് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്ഥലമാണിത്. കല്ലംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി നമ്മൾ. അപ്പൊ നമ്മളെ എവിടെ എത്തി? കാവശ്ശേരി കഴനി ചുങ്കത്തെത്തിയിട്ട് നമ്മൾ പെട്രോള് കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു പമ്പില് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ട് അടുത്തൊന്നും പമ്പില്ല തോന്നുന്നു. ഭയങ്കര തിരക്ക്, നല്ല തിരക്കുണ്ട്. ആകെ പണി നടക്കുന്നുണ്ട് ഇവിടെ ഈ പമ്പിലേട്ടാണ്. അപ്പൊ നമ്മള് പെട്രോൾ അടിക്കാൻ നല്ല വെയില്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ മെന്മ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. ഇതെവിടെ സ്ഥലം എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ പറയാം. നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണി. ബാക്കി
ബാക്കിയുള്ളവരെ കാട്ടിത്തരാട്ടോ. ഇത് ഞാൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത്. ഇവർ രണ്ടുപേരും നെയ്ച്ചോറും ഗീ റൈസാണ്. പിന്നെ ഒരു ഫിഷ് കറി, കേര എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനത്. പിന്നെ എന്താ ചെമ്പല്ലിനെ നോക്ക്. കഴിക്കാം. നമ്മൾ ഫുഡ് കഴിച്ച് ഇവിടുന്ന് ഇറങ്ങി. ഇപ്പം ഏതാ സ്ഥലം എന്നറിയോ? എലപ്പുള്ളി പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. എന്ത് ഫുഡ് കഴിച്ച് ഇറങ്ങി. നമ്മൾ വണ്ടിയിൽ കയറിയിട്ടാ. നമ്മൾ ഫുഡ് കുഴപ്പമില്ല, നല്ല ഭക്ഷണമായിരുന്നു. ബിരിയാണി നന്നായിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറിൻ്റെ കാര്യം എനിക്കറിയില്ല, എനിക്കറിയുള്ളൂ. ഇത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഫിഷ് അത്ര പോരാ. എന്താ ചെമ്പല്ലി ഇല്ലായിരുന്നു, അത്രയുണ്ട് പോരാ. ഉള്ളിലേക്ക് മസാല ഒന്നും വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. ഏതാ ഹോട്ടൽ മെന്മ, സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞില്ല അത്. അപ്പം ഇനി ഇവിടുന്ന് ഞാൻ ഡ്രൈവ് ചെയ്യണത് മുതൽ കുറച്ച് ടൈം ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറക്കം വരുന്ന വരെ ഞാൻ ഡ്രൈവ് ചെയ്യും. ഉറക്കം വന്നാൽ പിന്നെ ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കം വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് സമയം ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞത്. ഇനി 5.5 മണിക്കൂറുണ്ട് ഇനി നമ്മളെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. വേണ്ട, അപ്പം നമുക്ക് പോവാം. ഞങ്ങൾക്ക് ഇനി മറ്റേ റൂമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ റൂമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണ്ട. അപ്പോൾ കുട്ടികൾക്ക് അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നതാണ്. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലം ഗൂഗിളിലിട്ടോ ഇനി സ്ഥലം. നമ്മളിവിടെ ഹൈവേ ആണ്. സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ നമ്മള് കുറച്ചേരം ഞാൻ ഡ്രൈവ് ചെയ്യും, ഉറക്കം വരണ വരെ. ഡെസ്റ്റിനേഷൻ കേട്ടോ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് 36 കിലോമീറ്റർ ഇപ്പോൾ വന്നാ. ഫുൾ ടൈം ഒക്കെ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. എ സി കാരണം ടപ്പേന്ന് പറഞ്ഞിട്ടാണ് പെട്രോൾ പോണത്. ഞാനെനിക്ക് നോക്കണില്ല. അപ്പൊ ഇനി നല്ല നല്ല സ്ഥലം കൊണ്ട് വെച്ചെങ്കിൽ ഞാനിനി വീഡിയോ എടുത്തിട്ട് കാണിക്കാം. ഇപ്പൊ ഇത്ര അപ്പോഴേക്കും ഒരു കോള് വന്നു. അപ്പൊ നമ്മള് തമിഴ്നാട് എത്തി. ഇവിടുന്ന് 62 കിലോമീറ്ററാണ് പറമ്പിക്കുളം ഡാമിലേക്ക് കാണിക്കുന്നത്. പിന്നെ ടൈഗർ റിസർവ് ഇവിടെ അടുത്ത് തന്നെയാണ്. എത്ര കിലോമീറ്റർ ആണെന്ന് ഇത് തന്നെയാണ്. ഇവിടെ തന്നെയാണ്. പിന്നെ ശരി, അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട് എത്തിയിരിക്കുന്നു ഗൈസ്. എല്ലായിടത്തും തമിഴ് എഴുതി തുടങ്ങിയിട്ടാ. എല്ലാ സ്ഥലത്തും ഇപ്പൊ തമിഴ് മാത്രമേ ഉള്ളൂ. എന്താ ഇവിടെ എഴുതിയുള്ളത്? ചെടി മുത്തൂരോ അങ്ങനെ. ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റിൽ പക്ഷെ ഒന്നും ഇല്ല അല്ലേ. ഇതെന്താ എഴുതിയുള്ളത്? നരസിംഗപുരം ഇനിയല്ലേ വായിച്ചു. ഞാൻ തെറ്റുന്നില്ല, വട്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കാത്തായിരുന്നു. മറ്റേ പന. ശരിക്കും നമ്മൾ തമിഴ്നാട് എത്തി എനിക്ക് തോന്നുന്നത്. ഇത് പൊള്ളാച്ചി നേരിടും. പൊള്ളാച്ചിക്ക് 3 കിലോമീറ്റർ ഇവിടുന്ന്. ഇവിടൊക്കെ നിറച്ച് സിഗ്നലുകളുണ്ട്. നല്ല എന്താ പറയാ, ട്രാഫിക് വരുന്ന സ്ഥലമാണോ ഇവിടെ? നല്ലോ കുറെ സിഗ്നലുള്ളത്. എന്താ അല്ല, സിഗ്നൽ മീൻസ് മറ്റേ ട്രാഫിക് ലൈറ്റുകള് ഉണ്ടല്ലോ അവിടെ എല്ലായിടത്തും. ഒരു ഇതല്ലേ സ്ലോ ആക്കാൻ ഇവിടെ എന്താ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമുള്ള സ്ഥലമാണോ ചോദിക്കും. നമ്മളിപ്പോ എവിടെ സ്ഥലം എന്നൊക്കെ അറിയില്ല. ഡിണ്ടിഗൽ പോണ വഴിയാണ്. നമ്മള് കാറ്റാടി യന്ത്രമാണ് കേട്ടോ കാണുന്നത്. കണ്ട 2 സൈഡിലും, റോഡിന്റെ 2 സൈഡിലും ഇതുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഈ കാറ്റാടി യന്ത്രം കാണുന്നത്. എത്രയോ അടുപ്പിച്ചൊന്നല്ല കേട്ടോ, നല്ല അകലെയാണ് അതുള്ളത്. പക്ഷെ
റോട്ടിൽ കൂടെ കാണുമ്പോ ഭയങ്കര അതിശയം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അതടുത്തേക്ക് വെച്ചേക്ക് ഉള്ളതാണ് കേട്ടോ. അവിടെ ഈ നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ സംഭവം ഉള്ളത്. നല്ല ഹൈറ്റ് വരുന്നുണ്ട്. ഈ റോഡിന്റെ 2 സൈഡും വലിയ സ്ഥലത്ത് തന്നെ ഇതുള്ളത്. കുറേ സ്ഥലം, ഏക്കർ കണക്കിന് സ്ഥലത്തിലാണ് കേട്ടോ അതുള്ളത്. ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ട് ഇത്. അയ്യോ ആ പറഞ്ഞൊക്കെ അറിയണില്ല, അവിടേക്ക് കാറ്റായിട്ടില്ലോ. ഈ ഇതിന്റെ ഇതൊക്കെ ഈ സൈഡ് കണ്ട ഇതിന്റെ ഏറ്റവും അറ്റത്ത് മലയാണ് കേട്ടോ. ഇതില് വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. അതിശയം ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു എക്സൈസ്. തഞ്ചാവൂര് നമ്മുടെ ഇപ്പൊ ഡിണ്ടിഗലിലേക്ക് ഇനി 103 കിലോമീറ്റർ ഉണ്ട് കേട്ടാ. പിന്നെ തഞ്ചാവൂരിലേക്ക് 203 കിലോമീറ്റർ ഉണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടാ. എന്താ വെച്ചാലേ ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത്. അതിന്റെ ഒരു അതിശയം ഉണ്ട് എനിക്ക്. എന്തായാലും കാണാത്തവർക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആവട്ടെ. കാണാത്തവർക്ക് എന്ത് എക്സ്പീരിയൻസ് ഇല്ല. നോട്ട് ചെയ്തിട്ട് എനിക്ക് അതിന്റെ ഹൈറ്റ് എന്തായാലും എഴുതിയത് എന്ത് ലിമിറ്റഡാ. അപ്പൊ നമ്മളിവിടെ എവിടെയോ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊന്ന് വെള്ളം കുടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിർത്തിയതാണ്. പക്ഷെ ഇവിടുത്തെ സീനറി ഉണ്ടല്ലോ, അടിപൊളി സീനറി കേട്ടോ. അത് നോക്ക്, കാണോന്നറിയില്ല. കണ്ടോ, ഫുള്ള് മലയും ബാക്കിൽ മൊത്തം നല്ല വെയില്. സമയം ഇപ്പോൾ 5 മണിയായിട്ടാ. 5 മണിയായി. നമ്മളിപ്പോൾ ഇനി 3 മണിക്കൂറാണ് തഞ്ചാവൂർക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ആ സമയം 5 മണിയായി. 8 മണിയാകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കുന്നു. കേട്ടോ, ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. നല്ല അടിപൊളി സീനറി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടോ. ആടുങ്ങളേനെ കൊണ്ടുപോകണ കണ്ട ചെമ്മരിയാടെ അത് കൂട്ടട്ടാ. ആടുങ്ങളേനെ കൊണ്ടുപോകണതിൽ കാണുമോന്ന് അറിയില്ല. നല്ല രസമുണ്ട്. ഞാനേ അപ്പോഴേക്ക് ഫോട്ടോ എടുക്കാൻ പോയി. അപ്പോൾ ഇത് ഇവരെന്നെ റോഡ് കടത്തത് കാണാൻ പറ്റിയില്ല. നല്ല രസമുണ്ട്. കൂട്ടായിട്ട് കൊണ്ടുപോകണ കണ്ട. കരയുണ്ട് അവര്. ഞാൻ ഡ്രൈവ് ചെയ്യല് നിർത്തി. ഇനി കുട്ടിയുടെ വണ്ടി ഓടിക്കും. അപ്പോൾ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. കുറച്ചേരം കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചിട്ടാ. ഉറങ്ങാൻ സമയക്കില്ല, വഴി നോക്കണ്ടേ. അപ്പോൾ പിള്ളേരൊക്കെ സെറ്റപ്പായി, വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും സെറ്റായിട്ടിരിക്കുന്നു. അല്ലേ ഈഷ? ഓക്കെ, മുയി വണ്ടി എടുക്കാ പോവല്ലേ? ഇല്ലല്ലേ? മുരിങ്ങനെയാണ്. ആ വലിയ മല കാണാൻ കേട്ടോ. എവിടെ എത്തിയതേ കൊറേ മലകളുണ്ട്. ഇവിടെ മാത്രല്ല, എത്രത്തോളം മലകളാലേ. വലിയ മലയാട്ടാ, വലിയ മല. നേരിട്ട് കാണുമ്പോ അതിന്റെ നേരിട്ട് കാണുന്ന അത്ര ഒരു നമ്മുടെ അറിയില്ല.
ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആശ്വസിക്കുക നാം. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആശ്വസിക്കുക നാം. ഈ വിലാസലോല ഭൂമിയിൽ ആരു ബന്ധുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്ത അരങ്ങുറങ്ങി ആടാൻ വെറുമൊരു നാടകമാടുന്നു. എന്തിനു ജന്മമിതെന്തിനു ജീവിതം എന്തിനു നാമൃതാ. നിങ്ങക്ക് കാണുമെന്നറിയില്ല, നമ്മളെ ഈ വരുന്ന വഴിയില് റോഡ് സൈഡിൽ കൊറേ സ്ഥലത്ത് ഈ സംഭവം ഉണ്ടല്ലോ. ഇതെന്താണ് എന്താണെന്ന് കൊറേ ആയി നോക്കണു കേട്ടാ. നിറച്ച് പൂത്ത് നിക്കണ്ടായിരുന്നേ. ഒക്കെ ചെറിയ തൈകളാ. അപ്പൊ എന്റെ ഹൈറ്റും കൂടി ഇല്ല. ഒരു 5 വയസ്സായ കുട്ടിയുടെ ഹൈറ്റേ ഉണ്ടാവുള്ളൂ. ഞാന് ഇതെന്താന്ന് നോക്കിട്ട് അപ്പൊ അതേ ഒരു സ്ഥലത്തെത്തിയപ്പോ ഇവിടെ വണ്ടി നിർത്തി നോക്കിയപ്പോ ഉണ്ടോ ഇത് നിറച്ച് മുരിങ്ങയാണ്. മുരിങ്ങക്കായ നിറച്ചുണ്ടായി നിക്കണ്ടിട്ട് കാണുമെന്നറിയില്ല. കണ്ട വള്ളി പോലെ മുരിങ്ങക്കായ ഉണ്ട് നിക്കണത്. വലിയ തോട്ടം, ഏക്കറ കണക്കിന് തോട്ടാണ് ഈ മുരിങ്ങയായിട്ട് നിക്കണത്. ആദ്യം മനസ്സിലായി. കണ്ട നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്, നിറച്ച് കായുണ്ട്. ഇതിനേക്കാളും ചെറുതിലാണ് ഞാൻ കണ്ടത്. അപ്പൊ പിന്നെ പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോ ഇത് മുരിങ്ങ തന്നെയാണോ എന്നൊരു സംശയം. നമ്മളെ നാട്ടിലൊക്കെ മുരിങ്ങക്കായ എത്ര വലിയ മരത്തിന്റെ മുകളിലെ മുരിങ്ങക്കായ ഉണ്ടാവുമല്ലേ, അതന്നെ ഒരു തോട്ടി വെച്ച് പൊട്ടിച്ചാലും കിട്ടില്ല, അത്ര ഹൈറ്റിലാവുക. ഇത് കണ്ട അപ്പൊ എത്രയോ മുരിങ്ങക്കായ കണ്ട വള്ളിയായിട്ട്, കുറേ വള്ളിയായിട്ട് ദേ ഇവിടെയൊക്കെ നിൽക്കണം. അയ്യോ കാണാനില്ല. ദേ അവിടെ 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 കണ്ട അതൊക്കെ വള്ളിയായിട്ട് നിൽക്കണം. മൊത്തം മുരിങ്ങയായിട്ട്. അതേ ഒരു പറമ്പ് മൊത്തം അതാണേ മുരിങ്ങ. ഉണ്ടോ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഇതിപ്പോ ഒരു ഇവര് കൃഷി ചെയ്തിട്ടേ സംഭവം സെറ്റാക്കി വെച്ചുള്ളതാ. ഇതാ വീണ്ടും മുരിങ്ങട്ട അവിടെയൊക്കെ ഉണ്ട്. നല്ല മഴയട്ടാ, നല്ല മഴ. ഒന്നൊന്നര മഴ. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല ചുഴലിക്കാറ്റുണ്ടായിരുന്നു. രാത്രി നമ്മള് റൂം എത്തിയിട്ടില്ല. സമയം 7:15. 8:45 നമ്മൾ റൂമിലെത്തുന്ന ടൈം കാണിക്കുന്നത്. 1.5 മണിക്കൂർ കൂടി ഉണ്ട് ഇനി നമ്മളെ റൂമിലേക്ക്. റൂമൊക്കെ നമ്മൾ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പോ സ്ഥലം ഏതാന്നറിയില്ല, ബോർഡൊന്നും കാണാനില്ല. നല്ല മഴയാണ്, പക്ഷെ 1.5 മഴയാണ്. ഞങ്ങളാണെങ്കിൽ കൊടയൊന്നും കൈ പിടിച്ചിട്ടില്ല ഗൈസ്. ഓ നേരത്തെ പെയ്ത മഴ ഉണ്ടല്ലോ, ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു. എന്റെ പൊന്നേ 1.5 മഴയായിരുന്നു. ആൾക്കാരൊന്നും ഇല്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭരണി ഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സമയം എത്രയായി കേട്ടാ? സമയം എത്രയായി? 8:01. ഭരണി ഭവൻ. കിഷന്റെ ദോശത്തെ എന്താടാ? നെയ്റോസ്റ്റ് കേട്ടാ. പിന്നെന്താ മോയിന്റെ എന്താ? തൊപ്പി ദോശ. നെയ്റോസ്റ്റ് തന്നെയാണ്. കൂട്ടായ്മ ഞാനും ചപ്പാത്തി. ഞങ്ങൾ രണ്ടാളും ചപ്പാത്തി ഓർഡർ ചെയ്തു. 50 തിരക്കാട്ടാ.
പിന്നെ അപ്പുറത്ത് വലിയൊരു സ്പേസ് ഉള്ളത് ഫുള്ളായി. കഴിച്ചോ. ഞാൻ വീഡിയോ എടുക്കണ കാരണം അവർ കഴിക്കാണ്ടിരിക്കുന്നു. കഴിച്ചോ, അതിന് കെടുത്തി വെക്കി ഈഷ, കെടുത്തി വെച്ചോ. നല്ല തിരക്കുള്ള സ്ഥലം കേട്ടോ, ഭയങ്കര തിരക്കുള്ള സ്ഥലം. അപ്പം ഞങ്ങൾ ഒരു സ്പേസ് ഫുള്ളായതിന് ശേഷം അടുത്ത സ്പേസിലേക്ക് വന്നതാണ്. നല്ല തിരക്കുണ്ട്. ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു തിരക്ക് കാണിച്ചു തരാൻ പറ്റിച്ചെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. ദോശയിലേക്കുള്ള സംഭവങ്ങൾ എന്താ? ഇത് പൊടിയില്ലേ? പൊടി ഇതെന്താടോ? നെയ്യോ? ഈ സാധനം എന്താ? എണ്ണയോ? നെയ്യാണോ? നെയ്യോ? ഇതോ എണ്ണ? ഇതെന്താ? പൊടി പൊടിക്കണോ? എന്ത് പൊടിക്കണോ? അവർക്ക് ഇട്ട് കൊടുക്കായിരുന്നു അതില്. നല്ല ടേസ്റ്റുണ്ടല്ലേ? ഞങ്ങൾ ഇരിക്കുമ്പോഴത്തെ സ്പേസിനേക്കാളും ഫുള്ളായി. ഇവിടെ ഫുള്ളായി. ഇപ്പോൾ ഇത് ഞങ്ങൾ ഇരുന്ന ചെറിയൊരു ഏരിയ ആണ്. ഇതിനേക്കാളും ഫുള്ളായിട്ടുള്ള വേറെ സ്ഥലമുണ്ട്. തിരക്കാട്ടവിടെ നിങ്ങൾ ദിണ്ടിഗൽ വഴി തഞ്ചാവൂരിലേക്ക് പോണ ആൾക്കാരാണെങ്കിൽ നമ്മൾ തഞ്ചാവൂർ എത്തുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് മാത്തൂര് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്. ഇവിടുന്ന് ഈ എന്താ ഭരണി ഭവൻ, അവിടെ നിന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. നല്ല അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ മക്കള്, ഞാൻ ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിക്ക് തന്നെ രണ്ട് തരം കറി, പിന്നെ ഒരു സാലഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അത് കോംബോ, അതിന് സെപ്പറേറ്റ് വേറെ നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്ത് പൈസയൊന്നും കൊടുത്തതല്ല. അത് എൻ്റെ കോംബോ ഓഫറായിരുന്നു. അല്ല, ഓഫറല്ല, കോംബോ ആയിരുന്നു. പിന്നെ ഇവർ നെയ് റോസ്റ്റ് കഴിച്ചു കേട്ടാ. ആ നെയ് റോസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി നെയ് റോസ്റ്റ് കഴിച്ചാൽ മതി എന്നത്. അത്രയ്ക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ ഒരു 10ൽ 10 മാർക്ക് കൊടുക്കാം. അത്ര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ നെയ് റോസ്റ്റ്. നിങ്ങൾ കഴിക്കാന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഓക്കെ, അതിലേക്ക് പിന്നെ ഈ പൊടി ഞാൻ ആദ്യം അതിൽ വീഡിയോയിൽ എനിക്ക് കാണിക്കുമ്പോൾ എനിക്ക് ആ പൊടി എന്താ സംഭവം, മറ്റേത് ഓയിലാണോ എണ്ണയാണോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ആ പൊടിയിൽ ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് കഴിക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളി ഫുഡ്, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. 10ൽ 10 മാർക്ക് കൊടുക്കാം കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് നല്ല സർവീസ് വരുന്നു അല്ലേ, സൂപ്പറായിരുന്നു. ഇതിൻ്റെ ഒരു വശമാണ് കേട്ടോ. അതിന് 2 സൈഡുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെയാണ് കേട്ടോ. 2 ഏരിയ ആയിട്ടാണ് ഇത് കിടക്കുന്നത്. ഇവിടെ കോഫി, ജ്യൂസ് സംഭവങ്ങളൊക്കെ, ഓപ്പൺ കിച്ചൺ അവിടെ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡും സെയിം. വലിയ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ റെസ്റ്റോറൻറ്റ്. പാർക്കിങ് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഈ സെയിം സംഭവം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് നോക്കി നോക്കുക. നല്ല ഫുഡാണ്. നമ്മുടെ റൂം എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാവും നമ്മുടെ ഫ്ലാറ്റാണ് കേട്ടോ. അത് നമ്മൾ 8 മണിക്ക് 6:30 എത്തുന്നു പറഞ്ഞ സ്ഥലം. ഇപ്പോൾ 9:45 സമയം. നമ്മൾ 9:45 കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ റൂമൊക്കെ നോക്കാം. ബിൽഡേഴ്സ് എന്നാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ പേര്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. അതിൽ അപ്സ്റ്റെയർ ഫസ്റ്റ് ഇതാണ് നമുക്ക് കിട്ടിയുള്ളത്. ഇതേ കൂടെയാണ് അവിടേക്കുള്ള ഇത്. ലിഫ്റ്റ് ഉണ്ടോയെന്ന് നോക്കി നോക്കാം. റൂമൊക്കെ ഞാൻ കാട്ടിത്തരാം കേട്ടോ.